ഹലോ. അപ്പോൾ എവിടെയായിരുന്നു കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ മടിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യലാണ് കേട്ടോ ഞാൻ കാണിച്ചത്. കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ ഈ ഒരു പരീക്ഷണത്തിൻ്റെ പുറകെയാണ്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, മിക്ക ഞായറാഴ്ച ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ട് ചിക്കൻ കൊണ്ടാട്ടുണ്ടാക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ 2 ഞായറാഴ്ച ഫ്ലോപ്പായിപ്പോയി, അത് ഞാൻ കാണിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ ഞായറാഴ്ച നീ നശിപ്പിക്കരുത്, നിന്നെ ഞാൻ കാണിച്ച് പഠിപ്പിച്ചരുത് എങ്ങനെ ഉണ്ടാക്കണേന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചെണ്ണതേ കാലത്ത് തന്നെ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നല്ലപോലെ മസാലയൊക്കെ പുരട്ടിയിട്ട് വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചിക്കനൊക്കെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതി. ആളെനിക്കെല്ലാം റെഡിയാക്കി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നതേ കൂടെയൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് മഴയൊക്കെ പെയ്യണോണ്ട് ഞാൻ നമ്മളുടെ അടുക്കളയുടെ ഓട് പൊട്ടിയൊക്കെയാണ്. അപ്പോൾ അടുക്കളയുടെ ഓടൊന്ന് മാറ്റണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന നേരത്താണ് അൻചേട്ടൻ എന്തെങ്കിലും പണിക്കൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ അൻചേട്ടനെ പിടിയാലെ ഞാൻ ഓടൊക്കെ അതിനിടയിൽ കൂടി മാറ്റിയൊക്കെ വെച്ച് അങ്ങനെ അതേ നമ്മൾ ചിക്കൻ കൊണ്ടാണ്ടുണ്ടാക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കനൊക്കെ ഞാൻ സൈഡിൽ കൂടി വറക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് നിസ്സാര കാര്യമുള്ളൂ, അതിനാണ് ഞാൻ ഈ മണ്ടമണിയും കാണിച്ച് 2-3 ദിവസം ഈ ചിക്കൻ നശിപ്പിച്ചുകൊണ്ടേ ഞാൻ ഇരുന്ന് വെച്ചത് കേട്ടോ. സവാളയും ക്യാപ്സിക്കവും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ടൊമാറ്റോ സോസും നമ്മുടെ ചില്ലി സോസും ഇതൊക്കെ ഒന്ന് ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നല്ലോണം സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കണം ചിക്കനും കൂടി ഇതിനകത്തോട്ട് ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് വരട്ടിങ്ങാട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയാണ്. ഇത് ചെയ്യണേനാണ് ഞാൻ ഈ മടികൾ കാണിച്ച് നശിപ്പിച്ച് അങ്ങനെ കോളാക്കിയൊക്കെ വെച്ചേക്കണത്. അപ്പോൾ ഈ ഞായറാഴ്ച നിന്നിട്ട് ഇന്ന് ചിക്കൻ കൊണ്ടിട്ട് ഞാൻ ഭംഗിയാക്കി ഉണ്ടാക്കി പഠിപ്പിച്ചു തരാമെന്ന്. അപ്പം ഞാൻ ആലോചിച്ച് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാമെന്നുണ്ടെങ്കിലും അത് ഫ്ലോപ്പാക്കി കളയണം, വേറെ ഒന്നിനല്ല. അപ്പം നല്ല കറി കൂട്ടാനുള്ള ആഗ്രഹം കൊണ്ട് ഈ പറഞ്ഞ ടീമുകളൊക്കെ അടുക്കളയിൽ കയറാത്ത ആണുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കാനായിട്ടാണെങ്കിലും അടുക്കളയിൽ കയറും. അപ്പം നല്ലൊരു ട്രിക്കാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇനിയും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലോപ്പ് ചെയ്ത് അങ്ങനെ പതുക്കെ ഇവരെയൊക്കെ അടുക്കളയിലോട്ട് കയറ്റാനുള്ള എൻ്റെ ഗൂഢതന്ത്രമാണെന്ന് അൻചേട്ടന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് ഉഗ്രനായിട്ട് ചിക്കൻ കൊണ്ടാട്ടം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഫൈനലി നല്ല ക്യാപ്സിക്കം കൊത്തിയരിഞ്ഞതും കൂടി ചേർക്കണ്ട കേട്ടോ. സംഭവം നല്ല ലുക്ക് വൈസ് നോക്കിയാലും സംഭവം കഴിച്ചു നോക്കിയിട്ടും അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കൻ കൊണ്ടാട്ടം. അങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അൻചേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നല്ല സെറ്റായിട്ട് അപ്പോഴേക്കും എന്നോട് പറഞ്ഞ് നമുക്കൊരു യാത്ര പോയാലെന്ന് പറഞ്ഞ് കേൾക്കാത്ത ഇതിന് ഞാൻ അപ്പം തന്നെ സാധനങ്ങളൊക്കെ അത് റെഡിയാക്കി കെട്ടും പാണ്ടൊക്കെ എടുത്ത് ചോറും പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടാണ്. എങ്ങാണ്ടാണ് പോണേന്നുള്ള ഒരു നിശ്ചയമൊന്നുമില്ലായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിലൊരു ഇതുണ്ട്, കുറേ ദിവസമായിട്ട് ഒരു കുരുക്കഴിക്കണ മാതാവിൻ്റെ പള്ളിയുണ്ട് നമ്മളുടെ വീടിൻ്റെ അരികത്ത്. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ നമ്മളിങ്ങനെ പെട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാതാവിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഒരു പ്രാർത്ഥനയും ഉണ്ട്, അതൊക്കെ ചൊല്ലി നമ്മൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് മാറുമോ എന്നുള്ളതാണ്. എനിക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ എൻ്റെ റിസൾട്ടൊക്കെ പോയ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്താണ് ഏൽപ്പിച്ചുകൊണ്ട് പോയത്. അങ്ങനെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കീമോ ചെയ്യേണ്ട, അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തിയത് ഈ മാതാവിൻ്റെ വലിയൊരു കാരുണ്യം കൊണ്ട് തന്നെയാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മൾ മാതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് ഞാൻ അന്ന് പോയി അതിനൊക്കെ നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം ചെറിയൊരു കാര്യമുണ്ട്, അത് എനിക്കൊന്ന് നടന്ന് കിട്ടാനായിട്ട് എൻ്റെ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ അടുത്ത് വന്നൊന്നും എല്ലാ സങ്കടങ്ങളും പറയണമെന്ന് ഓർത്തിട്ട് കുറേ ദിവസമായിട്ട് അങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കുന്നത്. അങ്ങനെ പോണ വഴിയായിട്ട് നമ്മുടെ ജിയോൻ മച്ചാൻ്റെ വീട്. അപ്പോൾ ജിയോൻ മച്ചാൻ്റെ വീടും പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ മിക്ക ഡെയിലി നമ്മളുടെ ജിയോൻ മച്ചാൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ. അവൻ ഈ സ്ഥലവും പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ അപ്പം പറഞ്ഞ് ഇത് ജിയോൻ മച്ചാൻ്റെ വീടും പരിസരമൊക്കെയാണ്, വർക്ക്ഷോപ്പൊക്കെയാണെന്ന്. അങ്ങനെ നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി കൊടുത്തു അവന് കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ജിയോൻ മച്ചനെ കാണിക്കാമെന്ന് ഓർത്തിട്ടാണ്. പക്ഷെ അവിടെ നോക്കി കഴിഞ്ഞപ്പം ട്രൗസറും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടുണ്ട് ജിയോൻ മച്ചൻ്റെ, പക്ഷേ ജിയോൻ മച്ചനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ നമ്മുടെ കുഴുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളിയിൽ വന്നിട്ടാണ്, തുമ്പൂരുള്ള കുരുക്കഴിക്കുന്ന മാതാവ് സെൻറ്റ് മേരീസ് ചർച്ച്. അപ്പോൾ ഇതാണ് ചർച്ച്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ മിക്കൂസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മിക്കൂന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അവൻ അതിനാണ് ആദ്യം പോയത്. അപ്പോൾ ഒരു പെട്ടി മെഴുകുതിരിയും വാങ്ങിച്ചു, ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ പള്ളിയിൽ വന്നിരുന്ന് കുറച്ച് നേരം മാതാവിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ അറിയണവരുടെ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു വെട്ടി മെഴുകുതിരിയൊക്കെ കത്തിച്ച് അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിന് ഉണ്ടായ കുറച്ച് ഭാരങ്ങളൊക്കെ ഏകദേശമൊക്കെ അവിടെ ഇറക്കി വെച്ച പോലെ ആയിരുന്നു ഒരു ഫീലായിരുന്നു കേട്ടോ.
ഈ പള്ളിയിൽ പോയേക്കണവരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കണ അനുഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. എനിക്കിവിടെ വന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഈ എൻ്റെ ഒരു കാര്യം അത് നടത്തി തരണമെന്നും പറഞ്ഞ് പോയ കാര്യം എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയും ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഏൽപ്പിക്കുന്നുണ്ട്, അതും നടന്നു കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകണം. വെറുതെ ഒന്ന് അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞായറാഴ്ച നമുക്കൊരു ഒഴിവ് കിട്ടുള്ളല്ലോ. അപ്പം നമുക്കിന്ന് ഒഴിവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് വെച്ച് താമസിപ്പിക്കേണ്ട കുറച്ച് ദിവസമായി എൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എനിക്കിങ്ങനെ പോകണം എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ കയറിയിട്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ സമയം വെച്ച് നിട്ടുണ്ടാകുന്ന ഓർത്തിട്ട് നമ്മൾ വേഗം പോയി മാതാവിനെയൊക്കെ കണ്ട് ഭയങ്കര റിലീഫ് ഉണ്ട് കേട്ടോ. എന്തായാലും മനസ്സിന് 2-3 ദിവസമായിട്ടൊക്കെ എന്നെ കാണാണ്ടിരിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് മനസ്സിനൊരു വല്ലാത്തൊരു സ്വസ്ഥതക്കേട്. ഇതാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ചർച്ച് തുമ്പശ്ശേരി. ഞാൻ നേരത്തെ പറഞ്ഞത് എന്തോ തെറ്റുണ്ട് കേട്ടോ. ഇവിടെയാണ് കുരുക്കഴിക്കണ മാതാവിൻ്റെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രതിഷ്ഠിച്ച ദേവാലയം കേട്ടോ കുരുക്കഴിക്കണ മാതാവിൻ്റെ. അങ്ങനെ കുരുക്കഴിക്കണ മാതാവിന് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഭക്തിയോടൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടണമായിട്ടാണ് ഇവിടുത്തെ അനുഭവങ്ങളെല്ലാവരുടെയും. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ മിക്കുവിനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തപ്പോൾ എനിക്കിപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നിട്ടാ. അപ്പോൾ 40 രൂപ ഉള്ളൂ ഐസ്ക്രീമിന്. പക്ഷേ ഒരുവിധം ക്വാണ്ടിറ്റി ഉണ്ട്. 2 പേരും കഴിച്ചിട്ടും തീരണുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണോടി പോയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ സൗകര്യമായിട്ട് ബാക്കിൽ ഇങ്ങനെ ഇരിക്കണോണ്ട് ഐസ്ക്രീമൊക്കെ ഇവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കേണ്ട. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി മുമ്പിലത്തെ സീറ്റ് വിട്ടു കൊടുക്കരുതിട്ടാണ്. ആ കാറ് വാങ്ങിച്ചിട്ട് എനിക്ക് മുമ്പിലിരുന്ന് വല്ല അപൂർവമായിട്ട് മാത്രമേ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നെ അവിടെ ഇരുത്താറില്ല പിള്ളേർ, എന്നെ ബാക്കിലോട്ട് തട്ടും. അതുകൊണ്ടാണ് ഞാൻ ചേട്ടനും കൂടി കാറിന് യാത്ര ചെയ്യാനൊക്കെ പോകാനൊക്കെ ഒന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമുക്ക് ചേട്ടനെ ഇങ്ങനെ അരിയത്തിരിക്കുമ്പോഴല്ലേ ഒരു സന്തോഷം. ഇന്നും ഞാൻ ബാക്കിലോട്ട് തള്ളിയിരിക്കേണ്ട തന്നെ. അപ്പോൾ ഞാൻ ബാക്കിലിരുന്ന് ആർക്കും കൊടുക്കാണ്ടിരുന്നുകൊണ്ട് ഒറ്റക്കിരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കേണ്ട. ഇനിയിപ്പോൾ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. കുറച്ച് നേരം ഇവിടെ നല്ല പാടവും വയലൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ ഒരു പൊയ്യ ഭാഗത്താണ് ഈ ഒരു പൊയ്യ തുമ്പശ്ശേരി. പൊയ്യ മാള ആ ഒരു ഭാഗത്തൊക്കെ കൂടിയൊക്കെയാണ് ഈ പള്ളിയിലോട്ട് പോണത്. അങ്ങനെ ഇനിയിപ്പോൾ പോണ വഴിയൊക്കെ ഒന്ന് പാടത്തിൻ്റെ അവിടെയൊക്കെ പോയിരുന്നിട്ട് കുറച്ച് നേരം ഒന്ന് ശുദ്ധവായൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കണം. തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഇത്രയൊക്കെ ഉള്ളട്ടോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അങ്ങനെ കുറച്ച് നേരം പ്രകൃതി രമണീയതയും പച്ചപ്പും ഹരിതാപവും അതൊക്കെ അങ്ങനെ ആസ്വദിച്ചിട്ട് കുറച്ച് നേരം പാടവറമ്പത്ത് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കുറേ കണ്ടൽക്കാടിലൊക്കെ പോയി ഇങ്ങനെ ഇരുന്ന് പശുവൊക്കെ ഇങ്ങനെ തീറ്റയൊക്കെ തിന്നണൊക്കെ നോക്കിയിട്ട് വിജനതയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ടാ. പക്ഷേ ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു റിലീഫില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. കുരുക്കഴിക്കണ മാതാവിനോടുള്ള പ്രാർത്ഥനയും കൂടി ഞാൻ ഇവിടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മാതാവ് നടത്തി തരാത്ത കാര്യങ്ങളില്ല എന്നുള്ളതാണ്. ഞാൻ മാതാവിൻ്റെ വലിയൊരു ഭക്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയണത്, എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്തേ പറയാറുള്ളൂ. മാതാവ് നടത്തി തന്നിട്ടുമുണ്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.